ചെയ്യാം. വളരെ എളുപ്പത്തിലും വളരെ ഗുണകരവുമായ ഒരു തോരനാണ് ഇത്. ഈ ഇല കൊണ്ടാണ് ഞാൻ തോരൻ ചെയ്യുന്നത്. ഈ ഇല ഒരുപക്ഷെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഉലുവ ചീരയാണിത്. ഇത് കുറച്ച് കയ്പുണ്ട്. ഈ കയ്പില്ലാത്ത രീതിയിൽ ഇതെങ്ങനെ നമുക്ക് തോരൻ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഡയബറ്റിക്കും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ BP ഉള്ളവർക്കും വളരെ നല്ലതാണ് ഈ ഇല കൊണ്ട് നമ്മൾ തോരൻ ചെയ്തോ അല്ലെങ്കിൽ കറിയായിട്ടൊക്കെ കഴിക്കുന്നത്. പക്ഷേ ചെറിയ ഒരു കയ്പ് ഇതിനുണ്ട്. പക്ഷെ ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒരുപക്ഷെ ഒട്ടും തന്നെ കയ്പ് ചിലപ്പോൾ കാണില്ല. എന്നാലും അതിൻ്റെ ചെറിയൊരു രുചി ഉണ്ടാവും. അപ്പം നമുക്കിതെങ്ങനെയാണ് തോരൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നന്നായി ചിലപ്പോൾ ഇതുപോലെ വേരോട് കൂടിയായിരിക്കും ചില സ്ഥലങ്ങളിൽ കിട്ടുക. അപ്പോൾ ഈ വേര് നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയണം. വേര് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് നന്നായി കഴുകിയെടുക്കണം. മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായി ടാപ്പിൻ്റെ അടിയിൽ വെച്ച് നന്നായി കഴുകിയെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഇനിയിപ്പോൾ എങ്ങനെയാണ് തോരൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഞാനൊരു ഇരുമ്പിൻ്റെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോരൻ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. കുറച്ച് വെളിച്ചെണ്ണ മതി. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ മതി. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണ ഒന്ന് ചൂടാവണം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ആ ചീര ഇട്ട് കൊടുക്കാം. ചീര ഇട്ട ശേഷം കുറച്ച് ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. കാരണം ഇല ആയതുകൊണ്ട് നമ്മൾ ഉപ്പ് ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഉപ്പ് നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്തിട്ട് അവസാനം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇലകൾ ഏതില ഉണ്ടാക്കിയാലും നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കാവുള്ളൂ. അപ്പോൾ അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി. ഇത് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങ കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല. ആ ഇലയുടെ ആ ഒരു കയ്പ് രുചി ആ തേങ്ങയിൽ അങ്ങ് ആയിക്കോളും. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ അധികം ഇടുന്നത് നല്ലതാണ് ഈ തോരന്. അപ്പം ഞാൻ ഏകദേശം 1.5 കപ്പോളം ഇല എനിക്ക് ഉണ്ടായിരുന്നു അരിഞ്ഞ ശേഷം. അതിന് ഞാനിപ്പോൾ ഏകദേശം 1 കപ്പോളം തേങ്ങയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇല വാടിക്കഴിഞ്ഞാൽ ഒട്ടും കാണില്ല. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു അടച്ചു വയ്ക്കുമ്പോൾ ആ ഒരു ആവിയിൽ തന്നെ അങ്ങ് വെന്തോളും. ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വയ്ക്കണം. അതുപോലെ ചെറു തീയിലിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇലയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇത് അധികം അങ്ങ് വേവിക്കേണ്ട. കാരണം ഒരുപാട് വേവിച്ച് അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടുത്തണ്ട. ഒട്ടും വെള്ളമില്ലാതെ വേണം നിങ്ങൾ ഇല ഇടാനായിട്ട്. ഇപ്പോൾ നമ്മൾ കഴുകിയെടുക്കുന്ന ആ ഒരു വെള്ളം കാണും. അല്ലാതെ വെള്ളമൊന്നും ഇതിനകത്ത് ഒഴിക്കാൻ പാടില്ല. ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് വെള്ളം കെട്ടിപ്പോവും. നമ്മുടെ തോരൻ ശരിയാവില്ല. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് മാറ്റി ഇതുപോലെ സൈഡിലേക്ക് വച്ച ശേഷം നമുക്ക് ഒരു 2 മുട്ട ഇതിനകത്ത് ചേർക്കണം. ഒരു മുട്ടയും കൂടെ ചേർക്കണം. അപ്പം 1 മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാൻ. 2 മുട്ട ചേർത്തത് അതിൻ്റെ ആ കയ്പ് രുചി കുറച്ചുകൂടെ ഒന്ന് കുറയാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾക്ക് മുട്ട വേണ്ടെങ്കിൽ മുട്ട ചേർക്കേണ്ട കാര്യമില്ല. ഇതുപോലെ തന്നെ തോരനെടുക്കാം. അപ്പോൾ ഇനി ആ മുട്ട ഒന്ന് വെന്ത് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി തോരനൊന്ന് ഡ്രൈ ആയിട്ട് വരണം.
അപ്പോൾ ഈ മുട്ട ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ഇലയുടെ കയ്പ്പ് അങ്ങ് കുറയും. ഏകദേശം കയ്പ്പില്ലാതെ തന്നെ ആവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ആ മുട്ട നമ്മൾ ഇതിനകത്ത് ഒഴിച്ച ശേഷം ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആവുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായി ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം നമുക്ക് തോരൻ എടുക്കാം. തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇപ്പോൾ നമ്മുടെ ഉലുവച്ചീര തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ തോരൻ ചെയ്യാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഉലുവയിലേക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉലുവയില കിട്ടുമെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.